ഒരു നല്ല മാട്രസ് വലിയ പണിയൊന്നും കിട്ടാതെ വാങ്ങിക്കണമെന്നുള്ളവർക്ക് ഈ വീഡിയോ ഫുള്ള് കണ്ടാൽ ഒരിക്കലും നഷ്ടമാവില്ല. നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം, പല ബ്രാൻഡുകളുടെ മാട്രസിന്റെ വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ അവസാനം ചെയ്ത വേക്ക്ഫിറ്റ് എന്ന ബ്രാൻഡിന്റെ ലാറ്റക്സ് ആൻഡ് ഓർത്തോ ഈ രണ്ട് മാട്രസിന്റെയും വീഡിയോ കണ്ട പലരും ചോദിച്ചതാണ് ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. അപ്പോൾ ഈ രണ്ട് മാട്രസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതും മറ്റ് ബ്രാൻഡുകളുടെ മാട്രസ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിൽ ഏതാണ് ലാഭം എന്നുള്ളതും നമുക്ക് ഏതാണ് ഉപയോഗപ്പെടുക എന്നുള്ളതും അങ്ങനെ ഒരു മാട്രസ് വാങ്ങിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഫുള്ളായിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായിട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇപ്പൊ ഉപകാരപ്പെട്ടില്ലെങ്കിൽ ഭാവിയിൽ എന്തായാലും ഉപകാരപ്പെടും, ഉറപ്പാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് കയർ മാട്രസ്, സ്പ്രിംഗ് മാട്രസ്, ലാറ്റക്സ് മാട്രസ്, മെമ്മറി ഫോം മാട്രസ്, ഇങ്ങനെ 4 ടൈപ്പ് മാട്രസുകളാണ്. കയർ മാട്രസ് എന്ന് പറയുന്നത് കുറച്ച് മുന്നേയൊക്കെ നോർമലി എല്ലാ വീടുകളിലും കണ്ടിരുന്ന നോർമൽ ആയിട്ടുള്ള വലിയ പ്രത്യേകത ഒന്നും ഇല്ലാത്ത ഒരു മാട്രസ് ആണ്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇതിന് വലിയ വിലയൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ ക്വാളിറ്റി എന്നോ നമ്മുടെ ശരീരത്തിന് നല്ലതെന്നോ ഒന്നും പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒരു മാട്രസ്. ഇനി സ്പ്രിംഗ് മാട്രസ്, നിങ്ങൾക്കറിയാം ഹോട്ടലിലൊക്കെ റൂം എടുക്കുമ്പോൾ നല്ല ചാടി നിൽക്കുന്ന സ്പ്രിംഗ് മാട്രസുകൾ നമുക്ക് കാണാം. പിന്നെ വീടുകളിലും ഈ സ്പ്രിംഗ് മാട്രസ് ഒരു സമയത്ത് നല്ല ട്രെൻഡ് ആയിരുന്നു, എല്ലാവരും പോയിട്ട് ഇതായിരുന്നു പോയി എടുത്തിരുന്നത്. ഇത് പ്രധാനമായിട്ട് വാങ്ങിക്കാൻ കാരണം ഇത് കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ നല്ല ആക്ഷൻ ആയിരിക്കും. എന്നാൽ ആക്ഷൻ മാത്രമേ ഉള്ളൂ, നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കറക്റ്റ് ആയിട്ടുള്ള സപ്പോർട്ടൊന്നും ഇത് തരുന്നില്ല. കാരണം നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ കിടക്കുമ്പോൾ ഇത് അങ്ങോട്ട് താഴ്ന്നു പോവുകയാണ് ചെയ്യുന്നത്. ഇത് കാരണം നമ്മൾ കൂടുതൽ കാലം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് വേദന, മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ആക്ഷൻ നോക്കിക്കൊണ്ട് ഇങ്ങനെയുള്ള മാട്രസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്ക് തന്നെ പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഇങ്ങനെയുള്ള മാട്രസുകളൊക്കെ വളരെ ഡ്യൂറബിലിറ്റി കുറവായിരിക്കും, പെട്ടെന്ന് ഡാമേജ് വരും. ഇനി ലാറ്റക്സ് മാട്രസുകൾ, നമ്മൾ തന്നെ ചെയ്തിട്ടുള്ള വേക്ക്ഫിറ്റിന്റെ ഒരു മോഡൽ ലാറ്റക്സ് മാട്രസ് ആണ്. വേക്ക്ഫിറ്റ് എർഗോടെക് എക്കോ ലാറ്റക്സ് ക്ലാസിക് എന്നൊരു മോഡലാണിത്. ഈ ലാറ്റക്സ് മാട്രസുകളൊക്കെ കൂടുതൽ എയർ ഫ്ലോ ഉള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിൽ ബ്രീത്തബിലിറ്റിയും കൂടുതലാണ്. നിങ്ങൾ കിടക്കുന്ന സമയത്ത് വലിയ രീതിയിൽ ശരീരം വേർക്കുന്നവർക്കൊക്കെ ഇതിലാണെന്നുണ്ടെങ്കിൽ നല്ല കംഫർട്ടബിൾ ആയിട്ട് വലിയ രീതിയിൽ വേർക്കാതെ കിടന്നുറങ്ങാൻ പറ്റും. അതുപോലെ ഹെഡ്, നെക്ക്, ഷോൾഡർ, ലോവർ ബാക്ക്, പെൽവിക് ഏരിയ, ലെഗ് ആൻഡ് ഫുട്ട്, ഇങ്ങനെ ശരീരത്തിലെ 7 എർഗണോമിക് സോണിൽ ബോഡി പ്രഷർ ഒരുപോലെ കിട്ടും. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ബോഡി പെയിൻ ഒക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ലാറ്റക്സ് മാട്രസ് വാങ്ങിക്കുന്നതാണ്. ഇനിയിപ്പോൾ AC ഇല്ലാത്ത വീടാണെന്നുണ്ടെങ്കിലും ഇത് കുറച്ചുകൂടെ ബ്രീത്തബിലിറ്റി കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ ഒരു കൂളിംഗ് ഒക്കെ ഉണ്ടാവും. പിന്നെ എവിടെയും പോയി ലാറ്റക്സ് മാട്രസ് എന്ന് കാണുമ്പോഴേക്ക് മേടിച്ചുകൊണ്ട് കാര്യമില്ല. ഇപ്പൊ ഈ വേക്ക്ഫിറ്റ് ഒക്കെ പോലെ 100% നാച്ചുറൽ ലാറ്റക്സ് ഒക്കെ ഉള്ള മാട്രസ് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. ഇത് ഞാൻ പറയാൻ കാരണം നാച്ചുറൽ ലാറ്റക്സ് അല്ലാതെ സിന്തറ്റിക് ലാറ്റക്സ് മാട്രസും പല ബ്രാൻഡുകളും വിൽക്കുന്നുണ്ട്. അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കൂളിംഗ് സംഭവങ്ങളൊന്നും കിട്ടില്ല. അടുത്തത് മെമ്മറി ഫോം മാട്രസ്. ഈ ടൈപ്പുള്ള മാട്രസും നമ്മൾ ഓൾറെഡി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. വേക്ക്ഫിറ്റിന്റെ തന്നെ ഷേപ്പ് സെൻസ് ഓർത്തോപെഡിക് ക്ലാസിക് മെമ്മറി ഫോം മാട്രസ് ആണ് ഇത്. ഇങ്ങനെയുള്ള മാട്രസ് ആർക്കാ പറ്റാന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ശരീരവേദന ഒക്കെ തുടങ്ങുന്നുള്ളൂ, അപ്പൊ അത് ഭാവിയിൽ അത് കൂടാതിരിക്കാനും അങ്ങനെ ശരീരവേദന ഒന്നും വരാതിരിക്കാനും ഇങ്ങനെയുള്ള മെമ്മറി ഫോം മാട്രസ് വാങ്ങിക്കുന്നതാണ് നല്ലത്. ഇപ്പൊ ലാറ്റക്സ് ആണെങ്കിലും മെമ്മറി ഫോം ആണെങ്കിലും രണ്ടിനും ഡ്യൂറബിലിറ്റി വളരെ കൂടുതലാണ്. പിന്നെ നമ്മളൊന്ന് ചെരിഞ്ഞു മറിഞ്ഞ് കിടന്നാലോ ഒന്ന് എണീറ്റ് പോയാലോ നമ്മുടെ കൂടെ കിടക്കുന്ന പാർട്ണർക്ക് യാതൊരു തരത്തിലും ഡിസ്റ്റർബൻസ് വരാത്ത രീതിയിൽ മോഷൻ ട്രാൻസ്ഫർ റെഡ്യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള മാട്രസ് വരുന്നത്. അപ്പൊ മാട്രസ് വാങ്ങിക്കുന്ന സമയത്ത് ഇതൊക്കെ ഉണ്ടോ എന്നും കൂടെ നോക്കുക. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് ഉപകാരപ്പെടും. ഈ മാട്രസ് രണ്ടും നല്ല സോഫ്റ്റും അല്ല നല്ല ഹാർഡും അല്ല, ഒരു മീഡിയം ഫേമിനെസ് ആണ്. അതുകൊണ്ട് ഇതിൽ കിടക്കാനും നല്ല സുഖമാണ്, എല്ലാവർക്കും പറ്റുകയും ചെയ്യും. പിന്നെ ഈ വേക്ക്ഫിറ്റിന്റെ മാട്രസിലൊക്കെ ഉള്ള പോലെ റിമൂവബിൾ കവർ ആണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് റിമൂവ് ചെയ്ത് അതിന്റെ ഉള്ളിലുള്ള അവസ്ഥ അറിയാനും പറ്റും. മാത്രമല്ല ഇതെല്ലാം റിമൂവ് ചെയ്തിട്ട് നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിച്ച് നല്ല വൃത്തിയിൽ കൊണ്ടു കിടക്കാനും പറ്റും. ഓക്കെ, ഇനി മാട്രസ് വാങ്ങിക്കുമ്പോൾ പ്രധാനമായിട്ട് നേരിടുന്ന ഒരു പ്രശ്നമാണ് നമുക്ക് കറക്റ്റ് ആവശ്യമുള്ള സൈസ് കിട്ടാതിരിക്കുക എന്നുള്ളത്. നിങ്ങൾക്ക് തന്നെ അനുഭവം ഉണ്ടാവും, നോർമൽ ഷോപ്പിലൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ കട്ടിലിന്റെ സൈസിനുള്ള കറക്റ്റ് സൈസ് അവിടെ ഉണ്ടാവാറില്ല. പലപ്പോഴും ഞാനത് കണ്ടിട്ടുണ്ട്. എന്നാൽ ഇവരുടെ വെബ്സൈറ്റ് വഴി വാങ്ങുമ്പോൾ നമുക്ക് വേണ്ട കറക്റ്റ് ആയിട്ടുള്ള പല കാറ്റഗറിയിലായിട്ട് പല സൈസിൽ ഇതിൽ അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള കാറ്റഗറിയും അതിന്റെ തിക്നെസ്സും വേണ്ടത് ഏതാന്ന് വെച്ചാൽ കൊടുത്ത് കറക്റ്റ് ആയിട്ട് വാങ്ങിക്കാൻ പറ്റും. പിന്നെ പലരും മാട്രസ് വാങ്ങിക്കുമ്പോൾ തീരെ ശ്രദ്ധിക്കാത്ത ഒരു സംഭവമാണ് മാട്രസിന്റെ തിക്നെസ് എന്നുള്ളത്. അത് നമുക്ക് അപ്പം തോന്നുന്നതിനനുസരിച്ചും ക്യാഷിന്റെ ഡിഫറൻസിനനുസരിച്ചൊക്കെയാണ് പലരും എടുക്കാറ്. എന്നാൽ അങ്ങനെയല്ല മാട്രസിന്റെ തിക്നെസ് നോക്കി വാങ്ങിക്കേണ്ടത്. ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ വെയിറ്റ് 60 കിലോന്
താഴെയാണെന്നുണ്ടെങ്കിൽ 5 ഇഞ്ച് തിക്നെസ് ഉള്ള മാട്രസ് വാങ്ങിക്കണം. 60 to 80 കിലോഗ്രാം ഉള്ള മീഡിയം വെയിറ്റ് സ്ലീപ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 6 ഇഞ്ച് സൈസ് ഉള്ള മാട്രസ് വാങ്ങിക്കുക. ഇനി വെയിറ്റ് 80 കിലോന് മുകളിലുള്ളവരാണെന്നുണ്ടെങ്കിൽ 8 to 10 ഇഞ്ച് വരെ സൈസ് ഉള്ള മാട്രസ് വാങ്ങിക്കുക. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത തവണ മാട്രസ് വാങ്ങിക്കുമ്പോൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോ ഇതെല്ലാം ശ്രദ്ധിച്ച് നമ്മളൊരു മാട്രസ് വാങ്ങിക്കാൻ വേണ്ടി മാർക്കറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കമ്പനികളുടെ മാട്രസ് ഉണ്ട് അല്ലേ. ഇതിലിപ്പോ ഏത് ബ്രാൻഡാണ് നമുക്ക് വാങ്ങിക്കാൻ നല്ലതെന്നുള്ളത് എല്ലാവർക്കും ഉള്ള ഒരു കൺഫ്യൂഷൻ ആണ്. ഏതൊരു ബ്രാൻഡ് നോക്കുകയാണെങ്കിലും എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഓരോരോ പ്രത്യേകതകൾ പറയാനുണ്ടാവും. നമ്മുടെ ചാനലിൽ തന്നെ പല ബ്രാൻഡുകളുടെ പല പ്രത്യേകതയുള്ള മാട്രസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ നോക്കുന്ന സമയത്ത് എല്ലാം കൊള്ളാലോ എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് തോന്നുക. എന്നാൽ ഇതിൽ തന്നെ പലതരത്തിലുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ട് ഏതാണ് നല്ലതെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഏതൊരു ബ്രാൻഡ് ആണെങ്കിലും അവരുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ സെയിൽ ചെയ്യുന്ന മറ്റു പ്ലാറ്റ്ഫോമിലോ പോയാൽ റിവ്യൂവും റേറ്റിംഗും ചെക്ക് ചെയ്യുക. ഇപ്പൊ വേക്ക്ഫിറ്റിന്റെ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ 4 ലക്ഷത്തിന് മുകളിൽ പല പ്ലാറ്റ്ഫോമുകളിലായിട്ട് റിവ്യൂസ് ഉണ്ട്. 4.6 സ്റ്റാർ റേറ്റിംഗും ഉണ്ട്. മറ്റു ചില ബ്രാൻഡിന്റെ റിവ്യൂസിന്റെ എണ്ണം കൂടെ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇത് നോക്കിയാൽ തന്നെ ഏകദേശം ഏതാണ് ബെറ്റർ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇനി ഏതൊരു ബ്രാൻഡിന്റെ മാട്രസ് നിങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിലും ആ മാട്രസിൽ എന്ത് മെറ്റീരിയൽ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന വേക്ക്ഫിറ്റിന്റെ ലാറ്റക്സ് മാട്രസിൽ 100% നാച്ചുറൽ ലാറ്റക്സ് ആണെന്നുള്ളത് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഓർത്തോ മാട്രസ് ആണെന്നുണ്ടെങ്കിലും പ്യുവർ മെമ്മറി ഫോം എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ മറ്റ് ബ്രാൻഡുകൾ ഏതാണ് ഉപയോഗിക്കുന്നുള്ളതും അതുകൊണ്ട് നമുക്ക് ഉപയോഗം ഉണ്ടോ എന്നുള്ളതും നോക്കി വാങ്ങിക്കുക. ചിലത് കേൾക്കാനൊക്കെ കിടലനായിരിക്കും, പക്ഷെ ഉപയോഗിക്കുമ്പോൾ ഒന്നിനും കൊള്ളില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട ഇതിന്റെയൊക്കെ ഫേംനെസ് ആണ്. ഇപ്പൊ വേക്ക്ഫിറ്റിന്റെ നോക്കുകയാണെങ്കിൽ മീഡിയം ഫേംനെസ്സിലാണ് 2 മാട്രസും വരുന്നത്. പിന്നെ ഇതൊക്കെ നോക്കുമ്പോൾ ക്യാഷും നോക്കുമല്ലോ. എല്ലാം ഉണ്ടെന്ന് കരുതി വലിയ എമൗണ്ട് ഒക്കെ കൊടുത്തിട്ട് എല്ലാവർക്കും വലിയ മാട്രസ് വാങ്ങിക്കാൻ പറ്റണമെന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ അത്യാവശ്യം അഫോർഡബിൾ ആണ് ഈ വേക്ക്ഫിറ്റിന്റെ മാട്രസുകൾ. വില കുറവാണെങ്കിലും പ്രീമിയം ക്വാളിറ്റി ആണ്, മാത്രമല്ല നല്ല മാട്രസും ആണ്. ഇവർക്ക് ഏകദേശം 2 മില്യൺ പ്ലസ് കസ്റ്റമേഴ്സ് ഉണ്ട്. മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റും ആണ്. ഇവർക്ക് ഇത്രയും എമൗണ്ട് കുറയാൻ കാരണം ഇവർക്ക് ഓൺ ഫാക്ടറി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് ഇവരുടെ ഫാക്ടറിയിൽ നിന്നാണ് വരുന്നത്. അതിന്റെ ഇടയിൽ വേറെ കമ്മീഷൻ എടുക്കുന്ന ആളുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു എമൗണ്ട് കൂടെ കുറഞ്ഞിട്ടാണ് നമുക്ക് മാട്രസ് കിട്ടുന്നത്. പിന്നെ മാട്രസ് വാങ്ങിക്കുമ്പോൾ വാറണ്ടി ഒരു പ്രധാന ഘടകമാണ്. വാറണ്ടി ഒരുപാട് തന്നിട്ട് കാര്യമില്ല. അത് ക്ലെയിം ചെയ്യേണ്ട സമയത്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് ക്ലെയിം ചെയ്ത് കിട്ടണം, സർവീസും കിട്ടണം. ഇതിൽ തന്നെ ഈ വേക്ക്ഫിറ്റിന്റെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് 15 വർഷം വരെ വാറണ്ടി ഇവരുടെ മാട്രസിന് തരുന്നുണ്ട്. മാത്രമല്ല 33 സിറ്റികളിലായിട്ട് 92 സ്റ്റോർസ് ഇവർക്ക് ഇന്ത്യയിലുണ്ട്. അതിൽ തന്നെ എറണാകുളത്തും ട്രിവാൻഡ്രത്തൊക്കെ സ്റ്റോർസ് വരുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെ പോയിട്ട് ചോദിക്കാം. ഒന്നുമില്ലെങ്കിലും കയറി ചെല്ലാനൊരു സ്ഥലം ഉണ്ടല്ലോ. ഏത് മനസ്സിലായില്ലേ? പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഈ വേക്ക്ഫിറ്റ് 100 ഡേയ്സ് ഫ്രീ ട്രയൽ തരുന്നുണ്ട്. അതിപ്പം ഏകദേശം പല ബ്രാൻഡുകളും തരുന്നുണ്ട്. പക്ഷെ ഇവർ നോ ക്വസ്റ്റ്യൻ ആസ്ക്ഡ് റീഫണ്ട് ആണ്. അതായത് ഒരു ചോദ്യം ഇല്ലാതെ ഇവർ റിട്ടേൺ എടുത്തിട്ട് റീഫണ്ട് ചെയ്ത് തരും. ഓക്കെ, അപ്പൊ ഒരു മാട്രസ് വാങ്ങിക്കുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ്, നോക്കേണ്ടത് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയല്ലോ. അടുത്ത തവണ മാട്രസ് വാങ്ങിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തായാലും ശ്രദ്ധിക്കുക. ഞാൻ ആദ്യത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കമ്പനികളുടെ മാട്രസ് ഉണ്ട്. അതിൽ തന്നെ അത്യാവശ്യം എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നി അതുപോലെ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള, നമ്മളെ പോക്കറ്റ് ഒന്നും കാലിയാക്കാത്ത രീതിയിലുള്ള എന്നാൽ ബെറ്റർ ആയിട്ടുള്ള സർവീസും ഒരുപാട് ഷോറൂംസും പിന്നെ നല്ല റേറ്റിംഗും ഒക്കെ ഉള്ള ഒരു കമ്പനിയാണ് ഈ വേക്ക്ഫിറ്റ് എന്ന ബ്രാൻഡ്. ഞാൻ ചെക്ക് ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് ഇവരുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ പലതരത്തിലുള്ള വെറൈറ്റി ഓഫ് പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് കാണാം. മറ്റുള്ള ഒരുപാട് ഡീറ്റെയിൽസുകളും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കി വാങ്ങിക്കാവുന്നതാണ്. നിങ്ങൾ ഇതുവരെ ഉപയോഗിച്ച മാട്രസ് ഏതാണെന്നും ഏത് മാട്രസ് ആണ് നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നിയതെന്നുള്ളതും അടുത്തത് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഏതാണ് നോക്കുന്നത് എന്നുള്ള ഏത് തരത്തിലുള്ളതാണ് എന്നുള്ളതും കമന്റ് ചെയ്യുക. ബാക്കിയുള്ളവർക്ക് മറ്റുള്ളവർക്ക് ഈ കമന്റ് ഒക്കെ കാണുമ്പോൾ അത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കണ്ടവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.